കെഎസ്ആർടിസി പെൻഷൻകാരുടെ മേഖലാ സമര പ്രഖ്യാപന സമ്മേളനം ജൂൺ 23 ചേർത്തലയിൽ നടന്നു. കെഎസ്ആർടിസി പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നില്ല, എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. ഇപ്പോൾ കുടിശ്ശികയില്ലാതെ ഇപ്പൊ ഈ മെയിലെ പെൻഷൻ മാത്രമേ ജൂണിലെ പെൻഷൻ മാത്രമേ കുടിശ്ശികയായിട്ടുള്ളൂ. നേരത്തെ 3 മാസം 2 മാസം 6 മാസം വരെ കുടിശ്ശികയായിട്ട് വരുമായിരുന്നു. ഇപ്പോൾ അത് മാറ്റമുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് 12 വർഷമായി ഈ പെൻഷൻ പരിഷ്കരണം നടത്തിയിട്ട് 12 വർഷം പിന്നീട് പെൻഷൻ പരിഷ്കരണം നടത്തിയിട്ട് അന്ന് വാങ്ങുന്ന പെൻഷനാണ് ഇതിനകത്ത് മുഴുവൻ പെൻഷൻകാരും വാങ്ങുന്നത്. മിനിമം പെൻഷൻ 4450 രൂപയാണ് വാങ്ങുന്നവർ തൊട്ട് ഉണ്ട്. അതേസമയം ഈ പരിഷ്കരണത്തിന്റെ ഫലമായിട്ട് ഗവൺമെന്റ് തലത്തിൽ 11,150 രൂപ മിനിമം പെൻഷനുണ്ട്. എന്നുവെച്ചാൽ 10 വർഷം സർവീസ് ഉള്ളതാണ്. ഇവിടെ 4,450 രൂപയുള്ളൂ. അപ്പൊ അതുപോലും ലഭിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഒത്തിരി സമരങ്ങൾ നടത്തി, എന്നിട്ടും അപ്പോൾ 1 മാസത്തെ പെൻഷനല്ല 2 മാസത്തെ പെൻഷനല്ല കുടിശ്ശികയുള്ള പെൻഷൻ തരും. അങ്ങനെ ഞങ്ങൾ സമരം നിർത്തി പോകും. അപ്പൊ ഈ ഗവൺമെന്റ് വന്നിട്ട് ഇന്നിപ്പോ 8 വർഷം കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് കെഎസ്ആർടിസി പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് യാതൊരു വിധമായ നടപടിക്രമങ്ങളും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സഹായ സമിതിയുടെ കൺവീനർ കാലത്തിലോട്ടാണെന്നിലായിരുന്നു. അദ്ദേഹത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു, എന്നിട്ട് യാതൊരു വിശേഷം ഉണ്ടായില്ല. ഇപ്പം ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത് സംസ്ഥാനത്തെ 5 മേഖലകളായിട്ട് തിരിച്ചിട്ട് 5 മേഖലകളിൽ സമരം പ്രഖ്യാപന കൺവെൻഷൻ എന്നുള്ള രീതിയിൽ ഒരു പരിപാടി നടത്തുകയാണ്. 5 മേഖലകളിലായിട്ട്. അതിൽ എറണാകുളം ആലപ്പുഴ മേഖലയിൽ നിന്നുള്ള 9 എറണാകുളത്ത് 9 യൂണിറ്റുകളും ആലപ്പുഴ 7 യൂണിറ്റുകളും ആലപ്പുഴയിൽ. അതിൽ 16 യൂണിറ്റുകളിലെ കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും 2 ജില്ലകളിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർക്ക് മാത്രമാണ് 220 ആളുകൾക്ക് മാത്രം ഒരു കോഴ്സ് പോലെ നടത്തുക, ഒരു ഓറിയന്റേഷൻ ക്യാമ്പ് പോലെ നടത്തുകയാണ്. കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ എറണാകുളം ആലപ്പുഴ ജില്ലാ മേഖലാ സമരപ്രഖ്യാപന സമ്മേളനം 23 ചേർത്തലയിൽ നടക്കും. 2 ജില്ലകളിലുമായുള്ള 16 യൂണിറ്റ് കമ്മിറ്റിയിലടക്കം ഭാരവാഹികളായ 220 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും അവഗണിക്കപ്പെടുന്ന വിഭാഗമായി കെഎസ്ആർടിസി പെൻഷൻകാർ മാറിയിരിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് രൂപം നൽകുന്നതിന്റെ ഭാഗമായാണ് സമ്മേളനമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി എ.ബി. ജയപ്രകാശ്, ഭാരവാഹികളായ കെ സുജാതൻ, ബി സുദർശനൻ, കെ.എസ്. പ്രസന്നകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചേർത്തല NSS യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P.A. മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. 43,000 പെൻഷൻകാരുണ്ട് കെഎസ്ആർടിസി. 43,000 പെൻഷൻകാർക്ക് കൊടുക്കാനായിട്ട് 71 മതി, 71 കോടി രൂപ മതി. അതേസമയം 40,000 പെൻഷൻകാരുള്ള KSEBയിൽ കൊടുക്കണമെങ്കിൽ 240 കോടി രൂപ വേണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ കെഎസ്ആർടിസി പെൻഷൻകാർ മേടിക്കുന്നതിന്റെ 3 ഇരട്ടി പെൻഷനാണ് അവർ വാങ്ങിക്കുന്നത്. അതുമൊക്കെ KSRTC, KSEB, വാട്ടർ അതോറിറ്റി ഇതെല്ലാം സമാന സ്വഭാവമുള്ള കോർപ്പറേഷനുകളാണ്. അപ്പോൾ അവിടെയൊക്കെ നടക്കുന്ന ഇതൊക്കെ തന്നെ, അവിടെ അതും നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ KSRTCയുടെ പെൻഷൻ വരുമ്പോൾ മാത്രം എല്ലാവരോടും കൊട്ടിക്കോടിച്ചുകൊണ്ട് KSRTC നഷ്ടമാണ് കൊടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. വാട്ടർ അതോറിറ്റി ഇതുപോലെ തന്നെ അതും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നത്. പക്ഷെ അവർക്കൊന്നും യാതൊരു പ്രശ്നമില്ല. അവർക്കിപ്പോൾ 1 പ്രാവശ്യം ശമ്പള പ്രശ്നം കുടിശ്ശികയാണെന്നത്. പക്ഷെ KSRTCക്കാരോടാണ് ഏറ്റവും കൂടുതൽ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ അതിനൊരു മാറ്റം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ 2016 തൊട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2016 UDF സർക്കാർ പോകുമ്പോൾ അവർ അന്നേരം നിലവിലുണ്ടായിരുന്ന എല്ലാ DAയും ഞങ്ങൾക്ക് കുടിശ്ശിക തന്നിരുന്നു. ശമ്പള പരിഷ്കരണത്തിന്റെ ഒരു ചർച്ചയും നടത്തിയിരുന്നു. പക്ഷെ പിന്നീട് അതിന്റെ ഫോളോ അപ്പുകൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതിനിടയ്ക്ക് നമുക്കറിയാം 2016 തോമസ് ഐസക് ധനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു 3 വർഷത്തിനുള്ളിൽ KSRTC ലാഭത്തിലാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും ആക്കിയില്ല. അദ്ദേഹത്തിന്റെ പരിഷ്കാരമായിരുന്നു സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പിലാക്കി, ഒന്നും നടന്നില്ല. 12 മണിക്കൂർ ഡ്യൂട്ടി നടപ്പിലാക്കി, ഒന്നും നടന്നില്ല. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ KSWIFT, കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അത് മറ്റു പല ഡിപ്പാർട്ട്മെന്റിലൊക്കെ അതൊക്കെ ഉണ്ട്. ഇത് നടപ്പാക്കിയിട്ടും കേവലം 815 രൂപയ്ക്കാണ് അവിടെ കണ്ടക്ടറും ഡ്രൈവറും ജോലി എടുക്കുന്നത്. നമ്മളത് ആലോചിച്ച് നോക്കും. KSRTCയിലല്ലാതെ വേറെ ഏതെങ്കിലും അങ്ങനെയുണ്ടോ? അതുപോലെ തന്നെ പെൻഷൻകാർ, എക്സ്ഗ്രേഷ്യ പെൻഷൻകാരുണ്ട്. അതായത് 10 വർഷത്തിന് താഴെ സർവീസ് ഉള്ളത്, 9 വർഷവും 1 ദിവസവും
ആയാൽ മാത്രമേ മിനിമം പെൻഷൻ കിട്ടൂ. അങ്ങനെ 3500, 4000, 4500 കിട്ടുന്ന പെൻഷൻകാരുണ്ട്. അവരൊക്കെ വളരെ ദുരിതത്തിലാണ്. അവർക്ക് DA ഒന്നും കിട്ടില്ല. എന്തെങ്കിലും DA പ്രഖ്യാപിച്ചാൽ അവർക്ക് കിട്ടില്ല. മറ്റൊരു ആനുകൂല്യങ്ങളുമില്ല. അവർ മരിച്ചുപോയാൽ അവർക്ക് ഫാമിലി പെൻഷൻ പോലും കിട്ടിയില്ല. അതേസമയം ന്യായമായ ഇപ്പോൾ മിനിമം പെൻഷൻ കിട്ടുന്നവർക്കാണെങ്കിൽ അതില്ല. അവരുടെ മരിച്ചുപോയി കഴിഞ്ഞാൽ അവരുടെ അവകാശിക്ക് ഫാമിലി പെൻഷൻ കിട്ടും. അപ്പൊ അതാണ് ഇപ്പോൾ KSRTCയിലെ ഈ പെൻഷൻകാർ അനുഭവിച്ചുകൊണ്ടുവരുന്ന ദുരിതം.